നമ്മൾ ചുരിദാറിൻ്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ പാറ്റേൺ നമ്മൾ ഒന്നും കൂടെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുന്നതാണ്. നമ്മളൊരു തുണീനെ 4 ആക്കി മടക്കിയിടണം. അതിനുശേഷം ഇവിടെ നിന്ന് ഈ അറ്റം തുടങ്ങി ഈ അറ്റം വരെ, ഇപ്പോൾ തുണി ഇവിടം വരെ ഉണ്ടാവും അല്ലേ, 4 ആക്കി മടക്കിയിടുമ്പോൾ ഇത്രയും ഉണ്ടാവും. അപ്പം നമ്മൾ ഈ അറ്റത്ത് നിന്ന് എന്ത് ചെയ്യണം, 6 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തണം. 6 ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ കഴുത്തും അതുപോലെ തന്നെ ഷോൾഡറും ആണ് ഈ 6 ഇഞ്ച് എന്ന് പറയുന്നത്. മൊത്തത്തിലാണ് കേട്ടോ, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർന്നതാണ് 6 ഇഞ്ച്. ചിലവർ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ ഇട്ടിങ്ങനെ അളക്കും. ഞങ്ങൾ ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ പാറ്റേൺ ഉണ്ടാക്കിയപ്പോൾ സെപ്പറേറ്റ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ബാക്കിയുള്ളതാണ് എന്ത്, നമ്മുടെ ഷോൾഡറായിട്ട് വരുന്നത് കേട്ടോ. ഇതൊരു 38 സൈസൊക്കെ ഉള്ളൊരു കുർത്തിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബാക്ക് കഴുത്ത് വരുന്നത് 5 ഇഞ്ച്. ബാക്ക് കഴുത്ത് നമ്മൾ വരയ്ക്കാനായിട്ട് നമ്മൾ താഴോട്ട് എടുക്കേണ്ടത് 5 ഇഞ്ചാണ്. ഇനി ഫ്രണ്ട് കഴുത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നിന്ന് 6 ഇഞ്ചാണ് നമ്മൾ താഴത്തോട്ട് എടുക്കേണ്ടത്. അതിന് ശേഷം എന്താ ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ നെക്ക് വരച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ റൗണ്ട് നെക്ക് ഇതുപോലെ വരച്ച് ചേർക്കും. ഇത് ബാക്ക് കഴുത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാവുള്ളൂ വലിപ്പം. അപ്പോൾ അതാ ഇവിടെ ആയിരിക്കും ബാക്ക് കഴുത്ത് നമ്മളെപ്പോഴും ഇറക്കം കുറവായിരിക്കും, ഫ്രണ്ട് കഴുത്തിനാണ് നമ്മൾ കൂടുതൽ ഇറക്കെടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ വരച്ച് കഴിഞ്ഞാൽ കൈക്കുഴി നമ്മൾ 6 ഇഞ്ച്, കൈക്കുഴി നമ്മൾ 6 ഇഞ്ചാണ് താഴത്തോട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ ചെസ്റ്റിൻ്റെ അളവ്, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാനുള്ള അളവ് നിങ്ങൾക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവാണ് നമ്മളത് 10.5 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത് 10.5. അപ്പോൾ ഈ 10.5 ഈ അറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പിടിക്കുക. ബാലൻസ് തന്നെ നമ്മളിത് ഇവിടെ ഇങ്ങനെ വരച്ച് ചേർക്കുന്നതില്ലേ, ഇവിടം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.5 ഇവിടം വരെ വരുള്ളൂ. ആ വരെയാണ് നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളതിൽ കൈക്കുഴി വരച്ച് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്തത് എടുക്കുന്നത് വേസ്റ്റിൻ്റെ അളവാണ്. വേസ്റ്റിൻ്റെ അളവ് 9.5 നമ്മൾ എടുക്കുന്നത്. പിന്നെ ഹിപ്പിൻ്റെ അളവ് 11 ഇഞ്ചാണ് കേട്ടോ. താഴേക്ക് വരും തോറും ഏകദേശം ഇതും ഒരേ അളവായിട്ട് മാറും. ഒരു 0.5 ആവുള്ളൂ. സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ മാത്രം ഒന്ന് എന്ത് ചെയ്യും, 1 ഇഞ്ച് കുറയും കണ്ടോ. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടുന്നത് എത്രയാണ്, 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് വരുന്നത് 38 ആണ് കേട്ടോ. അപ്പോൾ 38 ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 40 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഈ താഴ്വശം മടക്കിയടിക്കാനായിട്ട് 2 ഇഞ്ച് വേണം. ഇനി സ്ലീവ് വെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ തുണീനെ 2 ആക്കി മടക്കിയിടാം. ഇവിടെ നിന്ന് ഈ അറ്റം വരെ നമ്മളൊരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റത്ത് നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് ഈ 10 ഇഞ്ച്. അപ്പോൾ ഒരു 8 ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ് അളവ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ 8 ഇഞ്ചിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് എന്ത് ചെയ്യണം, താഴത്തോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കണം. 3.5 ഇഞ്ച് താഴത്തോട്ട് നീട്ടി വരയ്ക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഈ സൈഡിൽ നിന്ന് ആ 3.5 ഇഞ്ചിലേക്ക് ഈ പോയിന്റ് കണ്ടോ കറക്റ്റ് ഇങ്ങനെ വരച്ച് ചേർക്കണം. വരച്ച് ചേർത്തതിന് ശേഷം നമ്മൾ 8 ഇഞ്ചല്ല എടുത്തിട്ടുള്ളത്, അതിൻ്റെ പകുതി എത്രയാണ്, 4 ഇഞ്ച്. ആ 4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക, അടയാളപ്പെടുത്താം. ആ 4 ഇഞ്ച് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. നമ്മൾ ഈ വരച്ചിട്ടുള്ള വരയിലേക്ക് ഇങ്ങനെ നീട്ടി മുട്ടിച്ചിങ്ങോട്ട് വരയ്ക്കുക. അതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് താഴത്തോട്ടൊന്നിങ്ങനെ കുനിച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം വരച്ച വരയാണ് ഈ മുകളിൽ കാണുന്നത്. അതിന് ശേഷം 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ താഴ്ത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവായി. പിന്നെ അടിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ വലിപ്പം കുറവായിരിക്കും, ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് ആ ഒരു ഇതേ വരുള്ളൂ കേട്ടോ. താഴേക്ക് വരുമ്പോൾ വണ്ണം കുറവായിരിക്കുമല്ലോ നമ്മുടെ. അത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് എടുക്കാം കേട്ടോ. ഒരു 10 ഒക്കെ മതിയാവും. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ പലർക്കും പല ലെങ്ത്താണ് ഇഷ്ടം. ചിലവർക്ക് നമ്മളെ മുട്ടിൻ്റെ അത്രയുള്ളതുണ്ട്, പിന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ളതുണ്ട്, ഭയങ്കരമായിട്ട് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ലെങ്ത്ത് എടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കൈയിൻ്റെ ഏറ്റവും താഴത്തെ വശം എത്രയാണോ നിങ്ങൾക്ക് ടൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പിനായാലും നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ഇഷ്ടം അതിനനുസരിച്ച്. ചിലവർക്ക് ഇപ്പോൾ നല്ല ലെങ്ത്തായിട്ട് ഇടുന്നതുണ്ട്, ചിലത് ഒരു മീഡിയം ലെങ്ത്തായിട്ട് നമുക്ക് ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് എടുക്കാം. അതുപോലെ തന്നെ കഴുത്തിനൊക്കെ നമുക്കിപ്പോൾ ബോർഡിനൊക്കെ വെക്കണമെന്ന് വെച്ചാൽ നല്ലപോലെ കയറ്റി എന്ത് ചെയ്യുക, അങ്ങനെ വരച്ചാൽ മതി. ഇത്ര ഇറക്കെടുക്കേണ്ട ആവശ്യമില്ല. ഷേപ്പ് നമുക്ക് ഷേപ്പ് വെട്ടിയതിന് ശേഷം നമുക്കതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മളതൊക്കെ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിനെ പറ്റിയിട്ട് ഡൗട്ടൊക്കെ ചോദിച്ചവർക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടി ഇടുന്നത്. നിങ്ങൾക്ക് അതിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരും കേട്ടോ, കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതിൽ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം, കറക്റ്റായിട്ട് പറഞ്ഞുതരാം.